എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് നെസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെലീനിയത്തിലെ സെൻകീസും ക്ലിയറും എന്ന രണ്ട് മെത്തേഡ്സ് ആണ്. സെൻകീസ് എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്ന ഡേറ്റ എൻ്റർ ചെയ്യാനും ക്ലിയർ എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്ന ഡേറ്റ റിമൂവ് ചെയ്യാനും വേണ്ടിയാണ്. ഈ രണ്ട് മെത്തേഡും നമ്മൾ സെലീനിയത്തിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ലൊക്കേറ്റേഴ്സ് ഐ ഡി, നെയിമും, എക്സ്പാത്തും, CSS സെലക്ടറുമാണ്. ഈ 4 ലൊക്കേറ്റേഴ്സ് യൂസ് ചെയ്തായിരിക്കും ഞാൻ ഡെമോ ചെയ്യാൻ പോകുന്നത്. എക്സ്പാത്തിന്റെ ജനറൽ സിൻഡെക്സ് ആണിത്. ഈ ഒരു സിൻഡെക്സ് ഫോളോ ചെയ്ത് എക്സ്പാത്ത് നമുക്ക് വെബ് എലമെന്റിന് എഴുതാൻ പറ്റും. അതുപോലെ CSSന്റെ ജനറൽ സിൻഡാക്സ് ആണിത്. ഇത് ഡെമോ ചെയ്യുന്ന സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഡെമോ ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് ഞാൻ ആദ്യം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വാഗ് ലാബ്സിന്റെ വെബ്സൈറ്റ് ആയിരിക്കും ഞാൻ ഡെമോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ യൂസർ നെയിം എന്നുള്ള ഈ ഇൻപുട്ട് ബോക്സിനകത്തേക്ക് ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റ എൻ്റർ ചെയ്യും. അതുപോലെ പാസ്വേഡിന്റെ അകത്തേക്ക് ഈ ഒരു പാസ്വേഡും കൂടെ ഞാൻ എൻ്റർ ചെയ്യും. അപ്പം ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ലൊക്കേറ്റേഴ്സ് ഐ ഡി, നെയിമും, CSS സെലക്ടറും, എക്സ്പാത്തും ആയിരിക്കും. ഇനി നമുക്ക് എക്ലിപ്സ് IDE ഓപ്പൺ ചെയ്തൊരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. com.test എന്നുള്ള പാക്കേജിനകത്ത് ഒരു പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ക്ലാസ്സിന് പേര് സെൻകീസ് ആൻഡ് ക്ലിയർ എന്ന് ഞാൻ കൊടുക്കുന്നു. മെയിൻ മെത്തേഡ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ക്രോം ലോഞ്ച് ചെയ്യാനുള്ള കോഡ് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഫയലിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത ശേഷം അത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ഡ്രൈവർ ഡോട്ട് മാനേജ് ഡോട്ട് വിൻഡോ ഡോട്ട് മാക്സിമൈസ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ആ പർട്ടിക്കുലർ യൂസർ നെയിമിന്റെ ടെക്സ്റ്റ് ബോക്സിന്റെ ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആദ്യമേ യൂസ് ചെയ്യാൻ പോകുന്ന ലൊക്കേറ്റർ ID ആയിരിക്കും. അപ്പോൾ ഇത് ഇൻസ്പെക്ട് ചെയ്യണം. ഈ പർട്ടിക്കുലർ വെബ്സൈറ്റ് അത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് ക്ലിക്ക് ചെയ്യുക. എലമെന്റ് ടാബിൽ വന്ന ശേഷം ഡോമിൽ നിന്ന് ഈ പർട്ടിക്കുലർ യൂസർ നെയിമിന്റെ ടെക്സ്റ്റ് ബോക്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പോയിന്ററെ ക്ലിക്ക് ചെയ്ത ശേഷം ആ ടെക്സ്റ്റ് ബോക്സിൽ കൊണ്ടേ ക്ലിക്ക് ചെയ്യുക. അപ്പം ആ ഒരു പർട്ടിക്കുലർ എലമെന്റിന്റെ ഡോമിൽ ഹൈലൈറ്റ് ചെയ്ത് വരും. ഡോമിൽ കൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ വെബ്സൈറ്റിൽ ആ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് ബോക്സ് ഹൈലൈറ്റ് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ID എന്നൊരു ലൊക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഈ വാല്യൂ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. അത് ഞാൻ കോപ്പി ചെയ്തു. IDയുടെ വാല്യൂ യൂസർ നെയിം ആണ്, അത് ഞാൻ കോപ്പി ചെയ്തു. അതിനുശേഷം എക്ലിപ്സിൽ വന്ന് ആ പർട്ടിക്കുലർ എലമെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള കോഡ് എഴുതണം. അത് എഴുതാൻ വേണ്ടി ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് എന്നൊരു മെത്തേഡ് ഉണ്ട്. ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ, അതായത് ഏത് ലൊക്കേറ്റർ വെച്ചാണ് നമ്മൾ ആ പർട്ടിക്കുലർ വെബ് എലമെന്റ് ഐഡന്റിഫൈ ചെയ്യുന്നത് നമുക്ക് കൊടുക്കണം. അപ്പോൾ ബൈ ഡോട്ട് നമ്മൾ ID വെച്ചാണ് ആ വെബ് എലമെന്റ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്, ബൈ ഡോട്ട് ID. അതിനുശേഷം ഡബിൾ കോട്ട്സിനകത്ത് നമ്മൾ കോപ്പി ചെയ്ത IDയുടെ വാല്യൂ കൊടുക്കുക. അതിനുശേഷം ഡോട്ട് എന്ത് ഡേറ്റയാണോ ആ ടെക്സ്റ്റ് ബോക്സ് എൻ്റർ ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ ഇവിടെ പാസ് ചെയ്യണം. സെൻഡ് കീസ് എന്നൊരു മെത്തേഡ് ഉണ്ട്. ഡബിൾ കോട്ട്സിനകത്ത് നമ്മൾ പാസ് ചെയ്യേണ്ട വാല്യൂ കൊടുക്കുക. അപ്പോൾ ഈ വെബ്സൈറ്റിന്റെ യൂസർ നെയിം ഓൾറെഡി വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. സെൻഡ് കീസിനുള്ളിൽ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. നമുക്ക് ഓരോ കോഡ് സ്റ്റേറ്റ്മെന്റിന്റെ ഇടയ്ക്ക് ഒരു ത്രെഡ് ഡോട്ട് സ്ലീപ്പ് എന്നുള്ള കോഡ് കൊടുക്കാം. അത് എക്സിക്യൂഷൻ സ്ലോ ആവാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ചേഞ്ചസ് വരുന്നത് ടൈപ്പ് ചെയ്യുന്നൊന്നും കാണാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഞാൻ ത്രെഡ് ഡോട്ട് സ്ലീപ്പ് എന്നുള്ള ആ കോഡ് ആഡ് ചെയ്യുവാണ്. ഒരു 2 സെക്കൻഡ്സ് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ത്രോ ചെയ്യുന്നു എക്സെപ്ഷൻ. അതുപോലെ മാക്സിമൈസ് ആയി വന്ന ശേഷവും നമുക്കൊരു വെയിറ്റ് കൊടുക്കാം. ഇത് സ്റ്റാറ്റിക് വെയിറ്റ് ആണ് മനസ്സിലാക്കുക. ഈ വെയിറ്റിന് സെലീനിയുമായിട്ട് ബന്ധമില്ല. ഇത് ജാവയിലെ ഒരു ക്ലാസ് ആണ് ത്രെഡ് എന്നുള്ളത്. ഇനി ഈ മാക്സിമൈസ് എന്നുള്ള ഈ ഒരു പർട്ടിക്കുലർ 13th ലൈന് ഡ്രൈവർ ഡോട്ട് ഗെറ്റ്, അതായത് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ
വെബ്സൈറ്റ് ക്രോമിന്റെ ബ്രൗസറിന്റെ ആ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ തന്നെ അത് മാക്സിമൈസ് ചെയ്തിട്ട് ആണ് ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത ശേഷമാണ് മാക്സിമൈസിന്റെ കമാൻഡ് കൊടുത്തിരിക്കുന്നത്. അതായത് വെബ്സൈറ്റ് ബ്രൗസർ വിൻഡോയിൽ ഓപ്പൺ ആയ ശേഷമേ ബ്രൗസർ വിൻഡോ മാക്സിമൈസ് ആയിട്ട് വരുള്ളൂ. അതാണ് അതിന് തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾക്കത് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അത് ജസ്റ്റ് ഈ ഒരു കോഡ് എടുത്ത് ക്രോം ഡ്രൈവറിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം കൊടുക്കുക. അതിനുശേഷം വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്ന കോഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ഇനി നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഫയൽ റൺ ചെയ്യാം. ക്ലാസ് ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഓക്കെ, ക്രോം ഓപ്പൺ ആയി. വെബ്സൈറ്റ് ലോഞ്ച് ആയി 2 സെക്കൻഡിന് ശേഷം മാക്സിമൈസ് ആയി. വീണ്ടും 2 സെക്കൻഡിന് ശേഷം അവിടെ ആ പർട്ടിക്കുലർ നമ്മൾ പാസ് ചെയ്ത ഡേറ്റ അല്ലെങ്കിൽ ആ യൂസർ നെയിമിന്റെ വാല്യൂ എൻ്റർ ആയി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് പാസ്വേഡ് എന്ന ഈ ടെക്സ്റ്റ് ബോക്സിനകത്ത് സീക്രട്ട് അണ്ടർസ്കോർ സോഴ്സ് എന്നുള്ള വാല്യൂ എൻ്റർ ചെയ്യിക്കാം. അതിനുവേണ്ടി നമ്മുടെ ബ്രൗസറിൽ ഈ ഒരു പർട്ടിക്കുലർ എലമെന്റ് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പോൾ പോയിന്റർ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം പാസ്വേഡ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം നെയിം എന്നൊരു ലൊക്കേറ്റർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വാല്യൂ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പാസ്വേഡ് എന്ന ടെക്സ്റ്റ് ബോക്സിലേക്ക് ലൊക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് Ctrl+C, ആ വാല്യൂ കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും സെയിം കോഡ് തന്നെയാണ് എഴുതേണ്ടത്. ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ഫൈ ഡോട്ട് നെയിം എന്നൊരു ലൊക്കേറ്റർ ഉണ്ട്. ഡബിൾ കോഡ്സിനകത്ത് നെയിമിന്റെ വാല്യൂ പാസ് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു വേറെ രീതിയിലാണ് ഡേറ്റ പാസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ലൊക്കേറ്റേഴ്സിന്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഫൈൻഡ് എലമെന്റ് എന്നുള്ള മെത്തേഡ് റിട്ടേൺ ചെയ്യുന്ന ഒരു വെബ് എലമെന്റ് ആണ്. അപ്പോൾ നമുക്കിതൊരു വെബ് എലമെന്റിലേക്ക് സ്റ്റോർ ചെയ്യാം. ഇതൊരു പാസ്വേഡ് ഫീൽഡാണ്. അപ്പം പാസ്വേഡ് എന്നൊരു ഫീൽഡ്, അതിനുശേഷം ഓവർ ചെയ്ത ശേഷം ക്രിയേറ്റ് ലോക്കൽ വേരിയബിൾ. അപ്പോൾ വെബ് എലമെന്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ വെബ് എലമെന്റ് യൂസ് ചെയ്ത് നമുക്ക് സെൻഡ് കീസ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഇതിൽ വേറൊരു വേരിയേഷൻ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. പാസ്വേഡ് ഡോട്ട് സെൻഡ് കീസ് എന്താണോ പാസ് ചെയ്യേണ്ടത് ആ ഒരു ഡേറ്റ ഇവിടെ ഡബിൾ കോട്സിനുള്ളിൽ കൊടുക്കുക. പാസ്വേഡ് സീക്രട്ട് അണ്ടർസ്കോർ സോഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ത്രെഡ് ഡോട്ട് സ്ലീപ്പ് കൊടുക്കുക. അപ്പം നമുക്ക് രണ്ടും എൻ്റർ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ, ഇനി ഈ പ്രോഗ്രാം എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ റൺ ചെയ്ത് കഴിയുമ്പോൾ യൂസർ നെയിമിൻ്റെ ഫീൽഡിലും സ്റ്റാൻഡേർഡ് യൂസർ എന്നുള്ള വാല്യൂ, പാസ്വേഡിൻ്റെ ഫീൽഡിൽ സീക്രട്ട് സോഴ്സ് എന്നുള്ള ഡേറ്റയും വാല്യൂയും എൻ്റർ ചെയ്യും. നമുക്ക് ഇനി ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ 2 ലൊക്കേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് ID ആണ്, രണ്ടാമത് നമ്മൾ യൂസ് ചെയ്ത നെയിമാണ്. ഇനി യൂസ് ചെയ്യാനുള്ളത് എക്സ്പാർട്ടും CSS സെലക്ടറും ആണ്. യൂസർ നെയിം എൻ്റർ ആയി. 2 സെക്കൻഡിന് ശേഷം പാസ്വേഡിന്റെ വാല്യൂ എൻ്റർ ആയി. പാസ്വേഡ് ഫീൽഡ് ഡീഫോൾട്ട് ആയിട്ട് മാസ്ക് ചെയ്തേ വരുള്ളൂ. ഓക്കെ, അപ്പം എങ്ങനെയാണ് വാല്യൂസ് എൻ്റർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഇനി എൻ്റർ ചെയ്ത വാല്യൂസ് ക്ലിയർ ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. ഒരു മെത്തേഡ് ഉള്ളത് അത് ക്ലിയർ എന്നുള്ള മെത്തേഡാണ്. അപ്പം അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഈ ഒരു പർട്ടിക്കുലർ ലൈൻ ഓഫ് കോഡ് വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം സെൻഡ് കീസ് മാറ്റി ഡോട്ട് ക്ലിയർ എന്നൊരു മെത്തേഡ് ഉണ്ട്. ത്രെഡ് ഡോട്ട് സ്ലീപ്പ് ഇവിടെയും കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവും. അതുപോലെ പാസ്വേഡ് എൻ്റർ ചെയ്തതിൻ്റെ വാല്യൂ നമുക്ക് ക്ലിയർ ചെയ്യാം. അതിനുവേണ്ടി വീണ്ടും ഒരു ത്രെഡ് ഡോട്ട് സ്ലീപ്പ് കൊടുക്കുവാണ്. നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാകാൻ വേണ്ടിയാണ് ത്രെഡ് ഡോട്ട് സ്ലീപ്പ് കൊടുക്കുന്നത്. ഒരിക്കലും ത്രെഡ് ഡോട്ട് സ്ലീപ്പ് നിങ്ങളുടെ ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുന്നത് റെക്കമെൻഡഡ് മെത്തേഡ് അല്ല. കാരണം അതൊരു സ്റ്റാറ്റിക് വെയിറ്റ് ആണ്. അത്ര നേരം പ്രോഗ്രാം ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ഡെമോയ്ക്ക് വേണ്ടി അത് കാണാൻ വേണ്ടിയാണ്, ചേഞ്ചസ് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ത്രെഡ് ഡോട്ട് സ്ലീപ്പ് എന്നുള്ളത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പാസ്വേഡിൽ നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ ക്ലിയർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി ഇവിടെ വെബ് എലമെന്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പാസ്വേഡ് വീണ്ടും നമുക്ക് ഈ ഒരു ലൈൻ ഇനി എഴുതേണ്ട ആവശ്യമില്ല. അപ്പം പാസ്വേഡ് ഡോട്ട് ക്ലിയർ എന്ന് കൊടുത്താൽ മതി.
പാസ്വേഡ് ഡോട്ട് ക്ലിയർ. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഈ പ്രോഗ്രാം എഴുതിയൊക്കെ ഒന്നുകൂടെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമേ ക്രോം ഡ്രൈവറിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ പർട്ടിക്കുലർ വെബ്സൈറ്റ് ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം 2 സെക്കൻഡ് നേരത്തേക്ക് ഡിലേ കൊടുക്കുന്നു. അതിനുശേഷം ബ്രൗസറിന്റെ വിൻഡോ മാക്സിമൈസ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഡിലേ ചെയ്യുന്നു 2 സെക്കൻഡിന്റെ. അതിനുശേഷം ID എന്ന ലൊക്കേറ്റർ യൂസ് ചെയ്ത് IDയുടെ വാല്യൂ ആയ യൂസർ നെയിം പാസ് ചെയ്ത് യൂസർ നെയിം എന്ന ഫീൽഡിലേക്ക് സ്റ്റാൻഡേർഡ് യൂസർ എന്ന വാല്യൂ പാസ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഡിലേ കൊടുക്കുന്നു. വീണ്ടും പാസ്വേഡ് ഒരു വെബ് എലമെന്റ് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിട്ട് ആ പാസ്വേഡിലേക്ക് സീക്രട്ട് സോഴ്സ് എന്നുള്ള വാല്യൂ എൻ്റർ ചെയ്യിക്കുന്നു. അതിനുശേഷം ഈ ഒരു പർട്ടിക്കുലർ യൂസർ നെയിം നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ക്ലിയർ എന്നുള്ള മെത്തേഡ് വിളിക്കുന്നു. അതുപോലെ പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ ക്ലിയർ ചെയ്യാൻ വേണ്ടി ക്ലിയർ എന്നുള്ള മെത്തേഡ് വിളിക്കുന്നു. ഓക്കെ, നമുക്ക് ഈ പാസ്വേഡ് റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ബ്രൗസർ ലോഞ്ചായി. 2 സെക്കൻഡിന് ശേഷം മാക്സിമൈസ് ആയി. 2 സെക്കൻഡിന് ശേഷം സ്റ്റാൻഡേർഡ് യൂസർ എന്നുള്ള ടെക്സ്റ്റ് എൻ്റർ ആയി. അതിനുശേഷം 2 സെക്കൻഡിന് ശേഷം പാസ്വേഡ് എൻ്റർ ആയി. 2 സെക്കൻഡിന് ശേഷം വീണ്ടും ഓരോ 2 സെക്കൻഡിന് ഇടയ്ക്ക് വിട്ട് ചേഞ്ചസ് റിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എക്സ്പാത്ത് കൊണ്ട് CSS ഉണ്ട്. ആ 2 ലൊക്കേറ്റേഴ്സ് എങ്ങനെ യൂസ് ചെയ്ത് നോക്കാം. ഇതേ ഫീൽഡ്സ് തന്നെയായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇവിടെ ഞാൻ ലൊക്കേറ്റർ മാറ്റി കൊടുക്കുകയുള്ളൂ. അപ്പം എക്സ്പാത്ത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഞാൻ അതിന്റെ ജനറൽ സിൻടാക്സ് ഞാൻ കാണിച്ചിരുന്നു. ടാഗ് നെയിം // ടാഗ് നെയിം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അകത്ത് @ എന്നുള്ള ആ ഒരു സിമ്പിൾ യൂസ് ചെയ്ത ശേഷം ആട്രിബ്യൂട്ട് എന്താണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ വാല്യൂ കൊടുക്കുക. അതിനുശേഷം ഈക്വൽ ടു കൊടുത്ത ശേഷം ആ ആട്രിബ്യൂട്ടിന് കറസ്പോണ്ടിങ് വാല്യൂ സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക. CSSന്റെ കേസിൽ // ഇല്ല, അതുപോലെ @ ഇല്ല. നമുക്ക് യൂസർ നെയിമിന്റെ എന്ന ഫീൽഡിന്റെ എക്സ്പാത്ത് എഴുതാം. അതുപോലെ പാസ്വേഡ് ഫീൽഡിന്റെ CSS സെലക്ടർ എഴുതാം. ഇപ്പം ഞാൻ യൂസർ നെയിം എന്നുള്ള ഫീൽഡ് ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം ഈ ഡോമിൽ Ctrl+F അടിച്ചു കഴിയുമ്പോൾ ഫൈൻഡ് ബൈ സ്ട്രിംഗ് സെലക്ടർ എക്സ്പാത്ത് ഒരു ടെക്സ്റ്റ് ഏരിയ വരും. ഇവിടെ നമുക്ക് എക്സ്പാത്തിന്റെ സിൻടാക്സ് എഴുതി കൊടുക്കാം. അപ്പോൾ 1 of 1 ആയിട്ട് യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ജനറൽ സിൻടാക്സ് ഓർത്തിരിക്കുക. ഞാൻ വീണ്ടും യൂസർ നെയിം ഫീൽഡ് ഒന്നുകൂടെ ഐഡന്റിഫൈ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ജനറൽ സിൻടാക്സ് // അതിനുശേഷം ടാഗ് നെയിം. യൂസർ നെയിം ഫീൽഡിന്റെ ഇൻപുട്ട് ബോക്സ് ആണ്. അപ്പോൾ അതിന്റെ ടാഗ് എന്ന് പറയുന്നത് ഈ ഇൻപുട്ട് ആണ്. അപ്പോൾ ആ ഇൻപുട്ട് നമ്മൾ കൊടുക്കുക. അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ അകത്ത് @ ഇതിൻ്റെ അകത്ത് ആട്രിബ്യൂട്ട്സ് ആയിട്ട് ഇഷ്ടംപോലെ വാല്യൂസ് ഉണ്ട്. ഞാൻ സെലക്ട് ചെയ്യുന്നത് പ്ലേസ് ഹോൾഡർ എന്നുള്ള ഈ ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് ആണ്. പ്ലേസ് ഹോൾഡർ എന്നുള്ള ആട്രിബ്യൂട്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈക്വൽ ടു കൊടുക്കുക. സിംഗിൾ കോട്ട്സിനുള്ളിൽ ആ പ്ലേസ് ഹോൾഡറിന്റെ കറസ്പോണ്ടിങ് വാല്യൂ പാസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ 1 of 1 ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേഞ്ച് സ്ക്രിപ്റ്റ് വരുത്താം. നമ്മൾ ID യൂസ് ചെയ്തെടുത്ത് എക്സ്പാത്ത് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കണ്ടുപിടിച്ച എക്സ്പാത്തിന്റെ ആ ഒരു എക്സ്പാത്ത് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് CSS സെലക്ടറും കൂടെ യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ CSS സെലക്ടർ നമുക്ക് ഈ പാസ്വേഡ് വെച്ച് ഐഡന്റിഫൈ ചെയ്യാം. പാസ്വേഡ് എന്നുള്ള ഇൻപുട്ട് ബോക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് കുറച്ച് ചേഞ്ച് വരുത്തിയാൽ മതി. // വേണ്ട, ജസ്റ്റ് ടാഗ് നെയിമും അതുപോലെ അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതിനുശേഷം @ വേണ്ട, ജസ്റ്റ് ആട്രിബ്യൂട്ട് ഈക്വൽ ടു സിംഗിൾ കോട്ട്സിനകത്ത് അതിൻ്റെ അകത്തെ വാല്യൂ. വാല്യൂ ഇതാണ് പ്ലേസ് ഹോൾഡറിന്റെ. വൺ ഓഫ് 1 ആയിട്ട് റൈറ്റ് സൈഡിൽ വന്നേക്കുന്നത് കാണാം. ഇത് യൂണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ CSS സെലക്ടർ നമ്മുടെ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം.
y ഡോട്ട് നെയിം എന്നുള്ളത് മാറ്റി CSS സെലക്ടർ ആക്കുന്നു. എന്നിട്ട് ആ CSS സെലക്ടറിന്റെ വാല്യൂ ഇവിടെ ഡബിൾ കോട്ട്സ് കൊണ്ട് പാസ് ചെയ്യും. ഇനി നമുക്ക് സ്ക്രിപ്റ്റ് റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ബ്രൗസർ ലോഞ്ച് ആയി. 2 സെക്കൻഡിന് ശേഷം മാക്സിമൈസ് ചെയ്തു. വീണ്ടും 2 സെക്കൻഡിന് ശേഷം യൂസർ നെയിം എൻ്റർ ആയി. അത് കഴിഞ്ഞ് പാസ്വേഡ് എൻ്റർ ആയി. യൂസർ നെയിം ക്ലിയർ ആയി, പാസ്വേഡ് ക്ലിയർ ആയി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സെൻഡ് കീസ് എന്നുള്ള മെത്തേഡും ക്ലിയർ എന്ന മെത്തേഡും യൂസ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. അതുപോലെ തന്നെ 4 ലൊക്കേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്തു. ഒന്ന് ID, രണ്ടാമത് നെയിം, അതിനുശേഷം എക്സ്പാത്ത്, CSS സെലക്ടർ. എക്സ്പാത്ത് ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് ഇതാണ്. ഇത് ഓർത്തിരുന്നാൽ മതി. ഈ ഒരു സിൻടാക്സ് വെച്ച് നമുക്ക് എലമെൻറ്റിൻ്റെ എക്സ്പാത്ത് ചെയ്ത്, അതുപോലെ ഈ ഒരു സിൻടാക്സ് വെച്ച് CSS സെലക്ടർ എഴുതാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഉറപ്പായിട്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഡെയിലി ഞാനിപ്പം വീഡിയോസ് സെറ്റിംഗ് റിലേറ്റഡും ജാവ റിലേറ്റഡും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് മിസ്സാവും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.